ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് PYQ സീരീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പം ഇനി തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ പറയാൻ പോവാണ് കേട്ടോ. ഓക്കെ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദ വർക്കിംഗ് പീപ്പിൾ. ഈ ഒരു കൊട്ടേഷൻ ആരുടെയാണെന്നാണ് ചോദ്യം കേട്ടോ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദ വർക്കിംഗ് പീപ്പിൾ ബൈ. അതായത് തൊഴിലാളികളുടെ സാമ്പത്തിക സാമൂഹ്യ സ്ഥാപനമായിട്ടാണ് സഹകരണത്തെ നിർവചിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ആരുടെയാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് റോബർട്ട് ഓവൻ ആണ്, ഓപ്ഷൻ ബി ലെനിൻ ആണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ സി മാവോ സേത്തുങ് ആണ്, പിന്നെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ ഈ ഒരു കൊട്ടേഷൻ ആരുടെയാണ്? ലെനിൻ്റെ ആണ് കേട്ടോ. ലെനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൊട്ടേഷനാണത്. ലെനിൻ്റെ ആ കൊട്ടേഷൻ മാത്രമല്ല, നമ്മുടെ വേറെയും കുറച്ച് കൊട്ടേഷൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെനിൻ്റെ തന്നെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം എന്ന് പറഞ്ഞതും ലെനിൻ തന്നെയാണ് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം എന്നും പറഞ്ഞത് എവിടെയാണ്? ലെനിനാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കൊട്ടേഷൻ ഉള്ളത്, ദ കോപ്പറേറ്റീവ്സ് ആർ ദ ഓൺലി ഓർഗനൈസേഷൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വിച്ച് ഈസ് ഗുഡ്. ഇറ്റ് മസ്റ്റ് ബി പ്രിസർവ്ഡ് ഇൻ ഇറ്റ്സ് എൻറ്റിറ്റി അറ്റ് എനി കോസ്റ്റ്. പിന്നെ മറ്റൊരു കൊട്ടേഷൻ, മിയർ ഗ്രോത്ത് ഓഫ് കോപ്പറേഷൻ ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് സോഷ്യലിസം. അത് സാധാരണ ചോദിച്ചു കാണാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെനിൻ്റെ കൊട്ടേഷൻസ് ആയിട്ട് പറയണത്. പിന്നെ വേറെ കുറച്ച്, അതായത് മാൽക്കം ഡാർലിങ്ങിൻ്റെ വൺ വില്ലേജ് വൺ സൊസൈറ്റി, കോപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം, ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹേർട്ട് ടു മൈൻഡ്. അതാരുടെയാണ്? മാൽക്കം ഡാർലിംഗ് ആണ് കേട്ടോ. വൺ വില്ലേജ് വൺ സൊസൈറ്റി, കോപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം, ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹേർട്ട് ടു മൈൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഐ വിൽ നോട്ട് മെഷർ ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബൈ ദ നമ്പർ ഓഫ് സൊസൈറ്റീസ് ഫോംഡ് ബട്ട് ബൈ ദ മോറൽ കണ്ടീഷൻ ഓഫ് ദ മെമ്പേഴ്സ്. അല്ലേ, എത്ര സൊസൈറ്റി ഉണ്ടാക്കുന്നതെന്നല്ല, അവരുടെ മോറൽ കണ്ടീഷൻ ഓഫ് മെമ്പേഴ്സ് ആണ് അതിൻ്റെ സക്സസ് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ. പിന്നെ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റ്സ്, അത് പിന്നെ ഫെഡറിക് നിക്കോൾസിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വില്യം കിങ്ങിൻ്റെ ഓൺലി മെൻ ഓഫ് നോളജ് ബിക്കം ദ മെൻ ഓഫ് ബിസിനസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പറേഷൻ ഈസ് മോർ ദാൻ ആൻ എക്കണോമിക് സിസ്റ്റം ആൻഡ് ഇറ്റ് സൂപ്പർസീഡ്സ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ് എന്ന് പറഞ്ഞത് ആരാണ്? ചാൾസ് കിഡ് ആണ് കേട്ടോ. ഫ്രാൻസിലെ ആളാണ് ചാൾസ് കിഡ്. അപ്പം ഇങ്ങനെ ഒരുപാട് കൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കിപ്പോണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ലെനിനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ICA റോപ്പ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇൻ. ജവഹർലാൽ നെഹ്റു ICA റോപ്പ് എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 14 നവംബർ 1960. അപ്പോൾ അതുതന്നെയാണ് സ്റ്റാർട്ടിംഗ് ആയി കൊടുത്തിട്ടുള്ളത്. ഉത്തരം അത് തന്നെയാണ് കേട്ടോ. ഏതാ ഉത്തരം? 14 നവംബർ 1960 ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസുമായിട്ട് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ വ്യക്തമായി ICAനെ കുറിച്ച് അറിഞ്ഞു പോവുക. ICA ചോദ്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ ഏതൊക്കെയാണ് ICAയുടെ റീജിയണൽ ഓഫീസസ് എന്ന് നോക്കാം. 8 സെക്ടറൽ ഓർഗനൈസേഷൻസിനാണ് ICAക്ക് ഉള്ളത് കേട്ടോ. 8 സെക്ടറൽ ഓർഗനൈസേഷനാണ് ICAക്ക് ഉള്ളത്. അതുപോലെ തന്നെ 4 റീജിയണൽ ഓഫീസസാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് റീജിയണൽ ഓഫീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ICA റോപ്പ്, അതായത് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് റീജിയൻ ആണ് 1960, ഈ പറഞ്ഞ ഡേറ്റ്, അതായത് 14 നവംബർ 1960
നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ, ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തത് ICA ആഫ്രിക്ക നെയ്റോബിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. 1968 അത് ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ ICA ആഫ്രിക്ക 1968 എന്ന വർഷം പറയുമ്പോഴും അതിന് മുന്നേ തന്നെ ആഫ്രിക്കയിൽ റീജിയണൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റീജിയണൽ ഓഫീസായിട്ട് ആഫ്രിക്ക എന്ന ഉത്തരം കാണാറുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കണം, ആഫ്രിക്ക എന്ന ഉത്തരം കാണാറുണ്ട്. ICA അമേരിക്ക, മൂന്നാമത്തത് ICA അമേരിക്ക സാൻ ജോസ് ആണ് ആസ്ഥാനം, 1990. നാലാമത്തെ ICA യൂറോപ്പ് ബ്രസൽസ് ബെൽജിയത്തിലാണ് ആസ്ഥാനം, 2005 കേട്ടോ. ഓക്കെ, അപ്പോൾ ICAയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ന്യൂഡൽഹിയാണ്. ബോണോ ഹൗസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. ന്യൂഡൽഹിയിലെ ബോണോ ഹൗസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ICA റോപ്പിൻ്റെ ഓഫീസാണ് കേട്ടോ. റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക്കിൻ്റെ ഓഫീസാണ് ബോണോ ഹൗസ്. നവംബർ 14, 1960 ജവഹർലാൽ നെഹ്റു ആണ് ഇനാഗ്രേഷൻ നടത്തുന്നത്. പിന്നെ ഈ ഒരു ബോണോ ഹൗസിൻ്റെ കൺസ്ട്രക്ഷന് സഹായിച്ച വിദേശ രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വീഡനാണ്. ബോണോ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തത് ആരുടെ സഹായമാണ്? സ്വീഡൻ്റെ സഹായം ഉണ്ട്. ഓക്കെ, അപ്പം അത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ പബ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, പിന്നെ ICA ബുള്ളറ്റിൻ, കോപ്പറേറ്റീവ് ഇൻസൈഡറാണ് അവരുടെ ഡൈജസ്റ്റ് കേട്ടോ. ഡൈജസ്റ്റിൻ്റെ പേരെന്തായിരുന്നു? കോപ്പറേറ്റീവ് ഇൻസൈഡർ എന്നാണ്. ദ റിവ്യൂ ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ്സ് എന്ന ഒരു പബ്ലിക്കേഷൻ കൂടിയുണ്ട്. പിന്നെ നമ്മുടെ പ്രൈമറി ആയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് ICAയിൽ കിട്ടിയിട്ടുണ്ട്. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ എന്നതും അവരുടെ ഒരു വലിയ ഒരു ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രോജക്റ്റാണ്. എത്ര ലാംഗ്വേജസ് ഉണ്ട് ICAക്ക്? 5 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത് കേട്ടോ. ഓക്കെ, 5 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ICAക്ക് ഉള്ളത്. ഏരിയൽ ഗോർക്കാണ് ഇപ്പോഴത്തെ ചീഫ് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ICA ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് 1895 തൊട്ടിട്ട് 1982 വരെ ലണ്ടൻ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു. പിന്നെ 1982 തൊട്ടിട്ട് 2013 വരെ നമ്മുടെ ജനീവയിൽ സ്വിറ്റ്സർലൻഡിൽ. പിന്നെ 2013 തൊട്ടിട്ട് ബ്രസൽസിലെ ബെൽജിയത്തിലേക്ക് മാറ്റി. ഇപ്പോൾ എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. 2013 തൊട്ട് ഇപ്പോഴും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? ബ്രസൽസിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇൻഡസ്കോസ് ആണ് കേട്ടോ, അതായത് ഫോറിൻ കോർപ്പറേഷനാണ്. ഇൻഡസ്കോസ് ഈസ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇൻഡസ്കോസ് ഏത് രാജ്യത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണെന്നാണ്? റഷ്യ ആണോ, സ്വീഡൻ ആണോ, ചൈനയാണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ ഇൻഡസ്കോസ് എളുപ്പമായ കാരണം വേഗം കിട്ടും, ചൈനയാണ് അല്ലേ. ഉത്തരം ഏതാണ്? ഉത്തരം ചൈനയാണ്. ഇൻഡസ്കോസ് ഈസ് റിലേറ്റഡ് ടു ചൈന. അപ്പം ഒരു ചൈനയിലെ ഇമ്പോർട്ടൻ്റ് ആയ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 1912 കാലഘട്ടത്തിലൊക്കെയാണ് ചൈനയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? സൺ യാത്സൻ ആണ് ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ചോദ്യത്തിൽ ചോദിച്ചാൽ ഇൻഡസ്കോസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ഇൻഡസ്കോസ് ഒരു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. ചൈനയിലെ ഒരു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് ആര്? ഇൻഡസ്കോസ് എന്നത്. പിന്നെ ഇൻഡസ്കോസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇൻഡസ്കോസ് ഒരു എന്താ പറയുക, ഈ ജവാന്മാരുടെ അല്ലേ, അവരുടെ ഒരു ഇൻഡസ്കോസ് അതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു എന്താ പറയുക, മിലിറ്ററി പേഴ്സൺസ് എംപ്ലോയ് ചെയ്യുന്നതാണ് ഇൻഡസ്കോസ് കേട്ടോ. ഡിസ്പ്ലേസ്ഡ് മിലിറ്ററി പേഴ്സൺസ് വെർ എംപ്ലോയിഡ് ബൈ ദി ഇൻഡസ്കോസ് എന്നാണ് പറയുക. പിന്നെ ഗൊറില്ല ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ചൈനയുമായി ബന്ധപ്പെട്ടാണ് ഗൊറില്ല ഇൻഡസ്ട്രി റിലേറ്റഡ് ടു വിച്ച് കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ്. പിന്നെ ഇൻഡസ്കോസ് അതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ടതുള്ള സ്പുട്നിക്കാണ്. ഫസ്റ്റ് കമ്മ്യൂൺ, ചൈനയിലെ ഫസ്റ്റ് കമ്മ്യൂൺ എന്നറിയപ്പെടുന്നത് സ്പുട്നിക്കാണ്. അപ്പോൾ അതോർത്തിരിക്കുക. പിന്നെ അവരുടെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് അറിയപ്പെടുന്ന ലോക്കൽ നെയിം എന്താണെന്ന് അറിയോ? കമ്മ്യൂൺസ് എന്നാണ് കേട്ടോ. കമ്മ്യൂൺസ് എന്നാണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ചൈനക്കാരുടെ അറിയുന്ന കമ്മ്യൂൺസ് എന്നാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ചൈന എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫസ്റ്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൈനയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ചൈനയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1912 ഫാദർ ഓർത്തിരിക്കണം കേട്ടോ. സൺ യാത്സെൻ ആണ് ഫാദർ എന്നും ഓർത്തിരിക്കണം.
ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഡസ് കോഴ്സ് ഈസ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈനയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 34th ക്വസ്റ്റ്യൻ. കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് നബാർഡാണ്, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടാണ്. പേരിൽ നിന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം അല്ലേ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫണ്ടുകൾ ഏതൊക്കെയാണ്, കസ്റ്റോഡിയൻ ആരാണ് എന്നൊക്കെ നോക്കാം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നബാർഡാണ് അല്ലേ, ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്, നബാർഡാണ്. കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ കൈവശം സൂക്ഷിപ്പുകാരൻ ആരാണ്, നബാർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നുള്ളത് ഈ നബാർഡ് എന്തെല്ലാം ഫണ്ടുകളാണ് സൂക്ഷിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നബാർഡാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ നബാർഡിന് പ്രധാനമായിട്ടുള്ള ഫണ്ടുകൾ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട് ഉണ്ട് കേട്ടോ. എന്താ ഫണ്ട്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട് നബാർഡ് സൂക്ഷിക്കുന്നുണ്ട്. അതെന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഗിവിങ് ലോങ് ടേം ലോൺസ് ടു കോപ്പറേറ്റീവ്സ്, ലോങ് ടേം ലോൺസ് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പർച്ചേസിങ് ഷെയർസ് ആൻഡ് സർട്ടിഫൈങ് ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂഡ് ബൈ കാസ്കാഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫൈഡ് ഡിബഞ്ചേഴ്സ് നമ്മൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ലോങ് ടേം ലോൺസ് കോപ്പറേറ്റീവ്സിന് കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഷെയർസും ഡിബഞ്ചേഴ്സും കാസ്കാഡ് ബാങ്ക് സർട്ടിഫൈ ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും ഡിബഞ്ചേഴ്സും വാങ്ങാനുമാണ് ഉപയോഗിക്കുന്നത്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു. അപ്പം നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നബാർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് 1954 ഗോർവാല കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് കേട്ടോ. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഗോർവാല കമ്മിറ്റിയാണ്. 1954 ഇങ്ങനൊരു ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന പേരിലാണ് അന്ന് RBIയുടെ കീഴിൽ ഉണ്ടാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പിന്നെ നബാർഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ RBI ഇങ്ങോട്ട് കൈമാറുകയാണ് ഉണ്ടായത് കേട്ടോ. ഇപ്പോഴാണ് ഈ പേര്, അന്ന് ആ പേരെന്തായിരുന്നു, നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് RBIയിൽ അറിയപ്പെടുന്ന ഫണ്ടാണ്. പിന്നെ നബാർഡ് തുടങ്ങിയപ്പം നബാർഡിൻ്റെ പേരിലേക്ക് മാറിയത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന പേരിലേക്ക് മാറ്റിയത്. ഓക്കെ, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂറൽ ഇന്നൊവേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലോങ് ടേം ഇറിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് തന്നെയാണ് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേമും, അതായത് അന്നും RBIയുടെ കയ്യിലാണ്. പണ്ടത്തെ പേരാണ് എന്ത്, നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം എന്നുള്ള, അന്ന് RBI തുടങ്ങണം എന്നാണ് പറഞ്ഞത് ഈ രണ്ട് ഫണ്ടുകളും. പിന്നെ അതിനുശേഷം നബാർഡ് 82 ഉണ്ടാക്കിയപ്പോൾ ഈ ഫണ്ട് RBI എന്ത് ചെയ്തു, നബാർഡിന് കൈമാറുന്നുണ്ടായത്. കൈമാറിയതിനു ശേഷമാണ് ഈ റൂറൽ ക്രെഡിറ്റ് എന്ന പദവും കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. മറ്റേത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന പേരിലായിരുന്നു, പിന്നെ അത് റൂറൽ ക്രെഡിറ്റ് എന്ന പേരിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്രയും ഫണ്ടുകൾ പഠിക്കണം. പ്രധാനപ്പെട്ട ഫണ്ടുകൾ ഏതൊക്കെയായിരുന്നു, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്, അതിൻ്റെ യൂസേജ് നമ്മൾ പറഞ്ഞു. ലോങ് ടേം ലോൺസ് കോപ്പറേറ്റീവ്സിന് കൊടുക്കാനും ഷെയർസ് ആൻഡ് സർട്ടിഫൈഡ് ഡിബഞ്ചേഴ്സ് കാസ്കാഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് വാങ്ങാനും. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, റൂറൽ ഇന്നൊവേഷൻ ഫണ്ട്, ലോങ് ടേം ഇറിഗേഷൻ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുകൂടി ഒരു ഫണ്ട് നബാർഡ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ആരാണ്, NCDC ആണ് കേട്ടോ. അപ്പോൾ മാറിപ്പോരുത്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബാർഡും, നാഷണൽ കയറി വരികയാണെങ്കിൽ അത് NCDCയുമാണ് ഓർത്തിരിക്കുക. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ആണെങ്കിൽ നബാർഡും, നാഷണൽ കയറി വരികയാണെങ്കിൽ അത് NCDC ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, NCDC മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണെന്നും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ പിന്നെ നബാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക്
പ്രധാനമായിട്ട് ചോദിച്ചു കാണാറുള്ള ചോദ്യം ഈ പറഞ്ഞ പോലെ നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് ചോദിക്കാറുണ്ട് കേട്ടോ. നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് ഒരുപാട് ചോദ്യങ്ങളിൽ അവിടെ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ചോദ്യങ്ങളല്ലാതെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് സെറ്റപ്പ് ചെയ്ത വർഷമൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഡേറ്റ് അടക്കം പഠിക്കണം കേട്ടോ. അതെന്തായാലും ചിലപ്പോൾ എല്ലാ എക്സാമിനും എന്ന് പറഞ്ഞ പോലെ ചോദിക്കാറുണ്ട്. ഈ നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് സെറ്റപ്പ് ചെയ്ത വർഷം 1986 കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ആണ്, ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനാണ്. നബാർഡിൻ്റെ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത് 1986. അപ്പോൾ പിന്നെ ബേർഡ് ചോദിക്കാറുണ്ട്. ലക്നൗവിലാണ് ആസ്ഥാനം. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ബേർഡിൻ്റെ വർഷം ചോദിക്കാറുണ്ട്. 1983 കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സിപ്പെക്, അതിപ്പോൾ അടുത്ത് കണ്ടു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് എന്ന ഒരു ട്രെയിനിങ് സെൻ്ററാണ് സിപ്പെക്. ബേർഡിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ. 2009 സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ വർഷമാണ് ചോദിച്ചു തോന്നുന്നുണ്ട്. 2009. അപ്പോൾ നബാർഡിൻ്റെ ഫോർമേഷൻ എന്നായിരുന്നു 1982 ജൂലൈ 12. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? മുംബൈയിലാണ്. എത്ര റീജിയണൽ ഓഫീസുണ്ട്? 31 റീജിയണൽ ഓഫീസുണ്ട്. 2 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത് കേട്ടോ. 2 ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രധാനമായിട്ട് പറയുന്നത്. വോളണ്ടർ വാഹിനി എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമാണ് പറയണത്. വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ നബാർഡിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റി അറിയപ്പെടുന്നത് വ്യാസ് കമ്മിറ്റി എന്നാണ്. 2000 ഫോം ചെയ്തത്. ക്രാഫിക്കാർഡ് കമ്മിറ്റി ആണ് ഇവരെ നിർദ്ദേശിച്ചത്. 1979 അപ്പോയിൻറ്റ് ചെയ്തു. 81 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ ശക്തി പ്രൊജക്റ്റ് 2015 കേട്ടോ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ശക്തി പ്രൊജക്റ്റ് 2015 ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. KCC പ്രധാനപ്പെട്ടതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് അത് 1998 തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വരാസ്കർ ക്രെഡിറ്റ് കാർഡ് തുടങ്ങുന്നുണ്ട് 2003. ഓക്കെ. പിന്നെ നബാർഡിൻ്റെ ബോർഡിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ട് ചോദിക്കാറുണ്ട്. 15 ഡയറക്ടേഴ്സാണുള്ളത് കേട്ടോ. നബാർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണ്? 15. ബേർഡ് നമ്മൾ പറഞ്ഞു 1983 ബേർഡിൻ്റെ വർഷം. അതുപോലെ തന്നെ സിപെക് നമ്മൾ പറഞ്ഞു സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് ആണ്. അതൊരു ട്രെയിനിങ് സെൻ്ററാണ്. ബേർഡിൻ്റെ അണ്ടറിലുള്ള 2009 സ്റ്റാർട്ട് ചെയ്തതെന്നും പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും നബാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റുകൾ കേട്ടോ. ഓക്കെ. അപ്പോൾ നബാർഡിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നബാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ചോദ്യമാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തോ ഒരു സംഭവം വന്ന കാരണേ മൗസിന് എന്തോ ഒരു വശപ്പശകുണ്ട്. കാരണമാണിത് എന്ത് ചെയ്തത് കളർ ചെയ്യാൻ പറ്റണില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഉത്തരം എന്താണ്? നബാർഡാണ് കേട്ടോ. ഉത്തരം എന്താണ്? നബാർഡാണ്. ഓക്കെ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉത്തരം നബാർഡാണ്. പിന്നെ അടുത്തത് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ കൺട്രോൾഡ് ബൈ. എന്താ സംഭവം? സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കേരളത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കേരളയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ കൺട്രോൾഡ് ഇൻ കേരള. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട് കേട്ടോ. ഈ മൂന്നെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ. സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കേട്ടോ. സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1970 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. 1970 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. എന്നാ ഡേറ്റ്? 21 നവംബർ 1970 കേട്ടോ. 21 നവംബർ 1970 23 മെമ്പേഴ്സാണ് കേട്ടോ. 23 മെമ്പേഴ്സാണ് അവരുടെ മാനേജിങ് കമ്മിറ്റിയിലുള്ളത്. ആ ചോദ്യം ചോദിക്കാറുണ്ട്. SCയുടെ മാനേജിങ് കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 23 ആണ്. കോറം എത്രയാണ്? 12 ആണ്.
സഹകരണ ജേണൽ അവരുടെ പബ്ലിക്കേഷനാണ്. 1952 മുതലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സഹകരണ ജേണൽ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ സെക്രട്ടറി ആരാണ്? അഡീഷണൽ രജിസ്ട്രാറാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. എന്താ ബിൽഡിങ്ങിൻ്റെ പേര്? സമസ്ത സഹകരണ ഭവൻ എന്നാണ്. മാനേജിങ് കമ്മിറ്റിയിൽ എത്ര ആളുണ്ടെന്നാണ് പറഞ്ഞത്? 23 മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ആരാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 21 നവംബർ 1970 എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. സെക്രട്ടറിയുടെ ഇതെന്തായിരുന്നു? അഡീഷണൽ രജിസ്ട്രാറാണ് കേട്ടോ. അഡീഷണൽ രജിസ്ട്രാറാണ്. അപ്പോൾ ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യില്ല കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ഓഡിറ്റ് ഫീസ് ഇല്ല. റൂൾ 170 അത് മെൻഷൻ ചെയ്യണത് കേട്ടോ. റൂൾ 170 പറയുന്നുണ്ട് നോ ഓഡിറ്റ് ഫീസ് ചാർജ്ഡ് എന്ന് പറയുന്നുണ്ട് റൂൾ 170 പ്രകാരം കേട്ടോ. പിന്നെ എത്ര ഗവൺമെൻറ് നോമിനീസിനെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെമ്പേഴ്സിനെയാണ്, ഗവൺമെൻറ് നോമിനീസിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യൂത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അതായത് ഇതുപോലെ തന്നെ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് പോലെ തന്നെ യൂത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു ജോലിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് സോൾ ഏജൻസി ഫോർ പോപ്പുലറൈസിങ് പ്രിൻസിപ്പൾസും പ്രാക്ടീസും കോപ്പറേഷനും ഒക്കെ സ്റ്റേറ്റിൽ പോപ്പുലറൈസ് ചെയ്യുന്നത് ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആണ് കേട്ടോ. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിക്മ. ഓക്കെ, അപ്പോൾ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലാണല്ലോ അഫിലിയേഷൻ ഫീസ് അടയ്ക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ട് 89, 90, 91 സെക്ഷൻസിലൊക്കെയാണ്. സെക്ഷൻസുമായി ബന്ധപ്പെട്ട് 89, 90, 91 നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഡെൻമാർക്കാണ് ഉത്തരമായിട്ട് വരിക. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. അപ്പോൾ ഡെൻമാർക്കിൽ ഇതേ ചോദ്യ പേപ്പറിൽ തന്നെയാണ് ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നമ്മൾ കണ്ടു. എന്തായിരുന്നു കണ്ടത്? നമ്മളത് സംസാരിക്കുകയും ചെയ്തു അല്ലേ. നമ്മളത് സംസാരിച്ചു. ഫോക്ക് ഹൈസ്കൂളിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഡെൻമാർക്കാണ്. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഉത്തരം എന്താണ്? ഡെൻമാർക്കാണ് കേട്ടോ. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഉത്തരം എന്താണ്? ഡെൻമാർക്കാണ്. ഓക്കെ, ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഡെൻമാർക്കാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നതും എന്താണ്? ഡെൻമാർക്കാണ് കേട്ടോ. കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഡെൻമാർക്കാണ്. അതുപോലെ തന്നെ ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നതും ഡെൻമാർക്കാണ്. പിന്നെ പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? നമ്മൾ ഒരു വർഷം പറഞ്ഞതാണ് ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ ഇൻ ഡെൻമാർക്ക്. ഏത് പേരിൽ അറിയപ്പെടുന്ന? തെസ്റ്റഡ് വർക്കേഴ്സ് സ്റ്റോർ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1866 എന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡാനിഷ് ഡയറി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഹെഡ്ജിങ്ങിലാണ്. പിന്നെ അതുപോലെ തന്നെ നോർഡിയ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. ജോയിൻറ്റ് പർച്ചേസ് ഏജൻസി ഫോർ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്കാണ് നോർഡിയ എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഒരു ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ LC നെൽസൺ ഇൻ 1878 എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെൻമാർക്കിലെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് HC സോനെ എന്ന് പറയുന്നത് കേട്ടോ. HC സോനെ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹമാണെന്നാണ് പറയുന്നത്. പ്രൊവിഷൻസ് പാർസൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രൊവിഷൻസ് പാർസൺ എന്നറിയപ്പെടുന്ന ആളാണ് HC സോനെ. HC സോനെയാണ് തിസ്റ്റഡ് വർക്കേഴ്സ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് HC സോനെയാണ്. പിന്നെ ഗ്രണ്ട്വിങ്ങിനെ നമ്മൾ എടുത്തു പറഞ്ഞു അല്ലേ. ഗ്രണ്ട്വിങ് ആണ് ഈ ഫോക്ക് ഹൈസ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ്? ഗ്രണ്ട്വിങ് ആണ്. LC നെൽസൺ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. LC നെൽസൺ എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? ക്രീം സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ LC നെൽസൺ ആയിരുന്നു. ഓക്കെ, പിന്നെ ഉൾക്രീക്ക് എന്ന് പറഞ്ഞൊരു പയനിയർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെൻമാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ സ്റ്റില്ലിംഗ് ആൻഡേഴ്സിനെ നമ്മൾ പറഞ്ഞു. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ റിലേറ്റഡ് ടു ആരാണ്? പിന്നെ ഡെൻമാർക്കാണ് കേട്ടോ. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ പ്രോ ഫൗണ്ടർ ഓഫ് ഡയറി സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക്
ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ആളാണ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. എന്താ അറിയപ്പെടുന്നത്? ഫൗണ്ടർ ഓഫ് ഡയറി സൊസൈറ്റി ഓഫ് ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ആളാണ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ കേട്ടോ. പിന്നെ ബുൾ ക്ലബിനെ കുറിച്ച് ഡെൻമാർക്കുമായി ബന്ധപ്പെട്ടുള്ള ബ്രീഡിംഗ് സൊസൈറ്റീസ്, കാറ്റ്ലിൻ്റെ ബ്രീഡിംഗ് സൊസൈറ്റീസാണ് ബുൾ ക്ലബ്ബ്. ഇൻഷുറൻസ് അൽക്കയാണ്. ഇൻഷുറൻസ് സൊസൈറ്റീസ് ഓഫ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത് അൽക്കയാണ്. അപ്പോൾ ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട ഏകദേശം ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെയാണ്. നോർഡിയ ചോദിക്കാറുണ്ട്. ജോയിൻറ്റ് പർച്ചേസിങ് ഏജൻസി ഫോർ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്കാണ് നോർഡിയ. അപ്പോൾ നിങ്ങളിത് പഠിക്കാനുള്ള ഒരു വഴി, ഡാഗ് ചോദിക്കാറുണ്ട്. എഗ് എക്സ്പോർട്ട് അസോസിയേഷനാണ്. സെൻട്രൽ സൊസൈറ്റി ഓഫ് ഡെൻമാർക്കാണ് ഡാഗ് എന്ന് പറയുന്നത്. പേര് നോക്കിയിട്ട് നിങ്ങൾ അതെന്താണ് സംഭവം, അല്ലെങ്കിൽ അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു വല്ലാത്ത തരത്തിൽ പേരല്ലേ. അപ്പോൾ റിവിഷൻ ചെയ്യാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ ഡെയിലി അതിന് എടുത്തു നോക്കുക. HSC സോനെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, HSC സോനെ എന്താണ്, NFS ഗ്രൗണ്ട്വിങ് എന്താണ്, നെൽസൺ എന്താണ്, പിന്നെ ഉൾക്രിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, സ്റ്റില്ലിംഗ് ആൻഡേഴ്സിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാജ്യം ഏതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റഡ് ഫസ്റ്റ് ഇൻ ദ ഇയർ. ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റഡ് ഫസ്റ്റ് ഇൻ ദ ഇയർ. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കോപ്പറേറ്റീവ് വീക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണത്. അപ്പോൾ കോപ്പറേറ്റീവ് വീക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൽ 1929 ഉണ്ട്, 1954 ഉണ്ട്, 1963 ഉണ്ട്, 1938 ഉണ്ട്. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം 1954 കാരണം കോപ്പറേറ്റീവ് വീക്ക് ഇന്ത്യയിൽ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 1954 കേട്ടോ. ഇനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1954. ഓക്കെ. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കണം. 1954 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ എന്നാണ്? നവംബർ 14 തൊട്ടിട്ട് 20 വരെയാണ് കേട്ടോ. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 14 മുതൽ 20 വരെയാണ്, നവംബറിൽ ആണ് ആഘോഷിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ NCA ഏറ്റെടുത്ത് ഇനീഷ്യേറ്റ് ചെയ്ത് നടത്താൻ തുടങ്ങിയത് 1972 മുതലാണ് കേട്ടോ. 1972 മുതലാണ്. അപ്പോൾ കോപ്പറേറ്റീവ് വീക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതായത് സ്ലോഗൻ ഉണ്ടാവുമല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കോപ്പറേറ്റീവ് വീക്കുമായി ബന്ധപ്പെട്ടുള്ള സ്ലോഗൻ. അപ്പോൾ 2024 71ാമത് കോപ്പറേറ്റീവ് വീക്കാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് കേട്ടോ. 2024 71ാമത് കോപ്പറേറ്റീവ് വീക്കാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് കോപ്പറേഷൻ ഇൻ ബിൽഡിംഗ് വികസിത് ഭാരത് എന്നാണ് കേട്ടോ. റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ബിൽഡിംഗ് വികസിത് ഭാരത് എന്നാണ് 2024 തീം. എന്ത്? കോപ്പറേറ്റീവ് വീക്കിൻ്റെ തീമാണ് കേട്ടോ, മാറിപ്പോകരുത്. കോപ്പറേറ്റീവ് ഡേ കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ കോപ്പറേറ്റീവ് വീക്ക് വേറെ, കോപ്പറേറ്റീവ് ഡേ വേറെ, 2 തീമുകളാണ് വരുന്നത്. രണ്ടും മാറിപ്പോവാതെ നിങ്ങൾ വ്യക്തമായി എഴുതി വെക്കണം. 71ാമത്തെ 2024 നടന്നത് വീക്കാണ് പറയണത്, റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ബിസിനസ് വികസിത് ഭാരത്. അപ്പോൾ 2023 അതായത് 70ാമത്തെ എന്തായിരുന്നു? റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മേക്കിംഗ് ഇന്ത്യ അറ്റ് 5 ട്രില്യൺ എക്കണോമി ആൻഡ് SDGs എന്നതായിരുന്നു 2023. അപ്പോൾ 24 ആവും ചോദിക്കേണ്ടാവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ 23 കൂടി ഓർത്ത് വെച്ചോളൂ കേട്ടോ. 2022 ഇന്ത്യ അറ്റ് 75 ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഫ്യൂച്ചർ എഹെഡ് എന്നായിരുന്നു. പിന്നെ 21 പ്രോസ്പെറിറ്റി ത്രൂ കോപ്പറേഷൻ എന്നായിരുന്നു കേട്ടോ. 2021 എന്തായിരുന്നു? പ്രോസ്പെറിറ്റി ത്രൂ കോപ്പറേഷൻ എന്നായിരുന്നു. അപ്പോൾ അത്രയൊന്നും പഠിക്കേണ്ട. 2024 എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. 23 പിന്നെ നമ്മൾ 5 ട്രില്യൺ എക്കണോമി എന്നൊക്കെ ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. 5 ട്രില്യൺ എക്കണോമി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആലോചിക്കുക. ഇവിടെ പിന്നെ വികസിത ഭാരത് എന്ന് പറയുന്നുണ്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ 2024 വികസിത ഭാരത് എന്ന് പറഞ്ഞിട്ടായിരുന്നു കോപ്പറേറ്റീവ് വീക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ഡേയുമായി ബന്ധപ്പെട്ടുകൂടി ജസ്റ്റ് നോക്കിയിട്ട് പോവാം. കോപ്പറേറ്റീവ് ഡേ 2024 തീം 102ാമതാണ് കേട്ടോ. 102ാമതാണ് പിന്നെ നടന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നാണ് തീം. കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നാണ് 2024 തീമായിട്ടുള്ളത് കേട്ടോ. കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ
ഫ്യൂച്ചർ ഫോർ ഓൾ എന്നാണ് 2024 തീമായിട്ടുള്ളത്. എന്നാണ് ആഘോഷിച്ചത്? 6 ജൂലൈ 2024 ആഘോഷിച്ചത്. എന്ത്? കോപ്പറേറ്റീവ് ഡേ ആഘോഷിച്ചത് കേട്ടോ. 2024 6 ജൂലൈയിലാണ് ആഘോഷിച്ചത്. ആ ഡേറ്റ് ആഘോഷിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നറിയോ? അതായത് 3rd ഫൗണ്ടേഷൻ ഡേ ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ്. 3rd ഫൗണ്ടേഷൻ ഡേ ആണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ. അപ്പോൾ എന്നാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നറിയോ? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വർഷം ചോദിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം ഡേറ്റ് ചോദിച്ചു കണ്ടിട്ടില്ല, അപ്പോൾ ഓർത്തിരുന്നോളൂ. കോർപ്പറേഷൻ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് 6 ജൂലൈ 2021 അപ്പോൾ അതിൻ്റെ 3ാമത്തെ വാർഷികമായിരുന്നു. അതുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് ഡേ അന്ന് വെക്കുന്നത്, 6 ജൂലൈ 2024. അല്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജൂലൈയിലെ ആദ്യത്തെ വാരമാണ് ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമിത്ഷാ ആണ് ഇപ്പോഴത്തെ കോർപ്പറേഷൻ മിനിസ്റ്റർ കേട്ടോ, സഹകരണ മന്ത്രിയോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോപ്പറേറ്റീവ് വീക്കും അപ്പോൾ ഡേയും നമ്മൾ പറഞ്ഞു, ഡേ പ്രധാനമാണ്, വീക്കും. 2023 ഡേ എന്തായിരുന്നു? കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു കേട്ടോ. 2023 കൂടി നോട്ട് ചെയ്തോളൂ. കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് എവിടുത്തെ 2023. 24 23 പഠിച്ചു വയ്ക്കുക. അതിന് മുന്നത്തെ ഒന്നും ചോദിക്കേണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക്. അപ്പം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇഫ്കോ ആണ് കേട്ടോ. ഇഫ്കോ വാസ് രജിസ്റ്റേർഡ് അണ്ടർ എന്ന ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇഫ്കോ ഏത് ആക്ട് പ്രകാരമാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ, പിന്നെ അതോ എന്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇഫ്കോ എന്നറിയാം, കാരണം അത് എളുപ്പമുള്ളതാണ്. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇഫ്കോ എന്നാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഇഫ്കോ എന്നാ രജിസ്റ്റർ ചെയ്തത്? 3/11/1967 കേട്ടോ. ഇഫ്കോ എന്ന ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ഇഫ്കോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 3/11/1967 സ്റ്റാർട്ട് ചെയ്തു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എൻ്റെ കീഴിലാണ്. ഓക്കെ, അന്ന് പിന്നെ 42 ആക്റ്റാണുള്ളത്, അതുകൊണ്ട് 1942 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നൗ ഫങ്ഷനിങ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇപ്പോൾ വന്നിട്ട് 2002 അമെൻമെൻറ്റിലാണ് പിന്നെ അറിയപ്പെടുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അപ്പോൾ അവരെ ഒരു ക്യാപ്ഷൻ വോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇഫ്കോ ആണ് കേട്ടോ. വോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഇഫ്കോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം, വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഇഫ്കോ ആണ് കേട്ടോ. പക്ഷേ വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് ആരാണ്? SBIയുടെ ഒരു സ്കീമാണ് കേട്ടോ. ദത്തെടുത്ത് ഓരോ ഗ്രാമങ്ങൾ ദത്തെടുക്കുക, അത് SBIയുടെ ആണ് കേട്ടോ. വില്ലേജ് അഡോപ്ഷൻ സ്കീം ഇത് പറഞ്ഞിട്ടുള്ളത് വില്ലേജ് അഡോപ്ഷൻ പ്ലാനാണ്, പ്ലാൻ പ്രോഗ്രാമാണ്. പ്ലാൻ അല്ലെങ്കിൽ പ്രോഗ്രാം എന്നാണ് പറയപ്പെടുക. അത് ഇഫ്കോയുമായി ബന്ധപ്പെട്ടതാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ GDP പെർ ക്യാപിറ്റ ഇൻകത്തിലൊരു ബിഗ്ഗസ്റ്റ് ടേൺ ഓവർ നൽകുന്ന കമ്പനി തന്നെയാണ് ഇഫ്കോ. ഇഫ്കോ വളരെ പ്രധാനപ്പെട്ട, അതായത് ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസർ ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസർ ആരാണ്? ഇഫ്കോ ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. പിന്നെ ഇൻ്റർ കോപ്പറേറ്റീവ് റിലേഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങൾ US ആയിട്ടും പിന്നെ ബ്രിട്ടീഷുമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാം അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇഫ്കോ ന്യൂസ് അവരുടെ ഒരു ജേണലാണ്. കിസാൻ സേവ ട്രസ്റ്റ്, ഇഫ്കോ കിസാൻ സേവ ട്രസ്റ്റ്, ഇഫ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ജോർദാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ജിഫ്കോ എന്ന് പറയുന്നുണ്ട്, ഒംവിഫ്കോ എന്ന് പറയുന്നുണ്ട്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ഫെർട്ടിലൈസർ കമ്പനിയുണ്ട്. അങ്ങനെ പല പല രാജ്യങ്ങളിലുണ്ട്. കിസാൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കിറ്റ് എന്ന പേരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ ഫാം IFFDC എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് കേട്ടോ. IFFDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഫോറസ്റ്റേഷന് വേണ്ടിയിട്ട് ഉള്ള പ്രോജക്റ്റാണ് കേട്ടോ. എന്തിനാണ്? ഡെവലപ്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഫോറസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരാണ് വേൾഡിൽ നാനോ യൂറിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് നാനോ യൂറിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇഫ്കോ ആണ് കേട്ടോ. നാനോ യൂറിയ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇഫ്കോ ആണ്. ഓക്കെ,
അപ്പോൾ ഇഫ്കോയെ ബന്ധപ്പെട്ടിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. വില്ലേജ് അഡോപ്ഷൻ സ്കീമും SBA ആണെന്നും വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ഇഫ്കോ ആണെന്നും ഓർത്തിരിക്കുക. പിന്നെ ഇഫ്കോയുടെ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, 3/11/1967. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇഫ്കോയുമായി ബന്ധപ്പെട്ട്. ഇനി പോയിൻ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ആരാണ് ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എന്താ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ സ്വന്തം കേരള ബാങ്ക് അല്ലേ. കേരള ബാങ്ക് എന്ന് ഇപ്പോൾ വിളിക്കുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ് പഠിക്കണം. നമ്മുടെ കേരള ബാങ്കായ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഏതാ ഡേറ്റ്? 29/11/2019 അല്ലേ. 2019 തന്നെ എല്ലാം ഒളിഞ്ഞിരിക്കേണ്ടി. 29/11 ഓർത്ത് വെച്ചാൽ മതി. 29/11/2019. കേരള ബാങ്കിൻ്റെ ഫോർമേഷൻ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പെക്സ് ബാങ്ക് ഫോർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ആയിരുന്നു ആണ്. പിന്നെ ഇപ്പോൾ 2KL കേട്ടോ. ഡെഫിനിഷൻ 2KL കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ടയർ മാറി, ഇപ്പോൾ 2 ടയർ ആയിട്ടാണ് കിടക്കുന്നത്, മറ്റേത് 3 ടയർ ആയിരുന്നു. അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്നാന്ന് ഓർത്തിരിക്കണം. 1/7/1966 ഇത് ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി മാറിയത്. എന്നാ വർഷം ഡേറ്റ് അടക്കം പഠിക്കണം കേട്ടോ. 1/7/1966. പിന്നെ നമ്മുടെ അമാൾഗമേഷൻ പഠിക്കണം. അതായത് കേരള ബാങ്ക് ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു? ശ്രീറാം കമ്മിറ്റി ആയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൂടാതെ 13 ബാങ്കുകൾ മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ ലയിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കേരള ബാങ്കിൽ. ആദ്യം മെർജ് ചെയ്ത് 13 DCBs ആണ്. പിന്നെ അപ്പോൾ ഒരു മലപ്പുറം DCB വിട്ടു നിന്നിരുന്നു. അത് കഴിഞ്ഞ് മലപ്പുറം DCB വന്ന് അതായത് ലയിച്ചു. ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണം. 12/1/2023 കേട്ടോ. 12/1/2023 ഈ മലപ്പുറം DCB കേരള ബാങ്കിൽ വീണ്ടും അമാൽഗമേറ്റ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. 12/1/2023. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇവരെ ഫോർമേഷൻ്റെ ഡേറ്റും പഠിക്കണം. 29/11/2019 പഠിക്കണം. 13 അന്നാണ് ആദ്യമായിട്ട് അന്ന് മെർജ് ചെയ്തത്. പിന്നെ 14ാമത്തെ മലപ്പുറം എന്ന് 2023 12/1 വന്നിട്ട് അമാൽഗമേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കുറച്ച് ഫാക്റ്റ് എന്ന് പറയാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള. അപ്പോൾ ഇവിടുത്തെ അത് മനസ്സിലായില്ലേ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ആൻസർ എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള ഏതാണ്? അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിങ്ങിൻ്റെ കേരളയിലുള്ളത് ആരാണെന്നാണ് ചോദിക്കുന്നത്. സ്പെഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ്? റബ്ബർ മാർക്കാണ് കേട്ടോ. ആരാ? റബ്ബർ മാർക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ റബ്ബർ ബോർഡ്, ഓപ്ഷൻ ബി റെപ്കോ, ഓപ്ഷൻ സി റെയ്ഡ്കോ, ഓപ്ഷൻ ഡി ആയ റബ്ബർ മാർക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, റബ്ബർ മാർക്ക്. അപ്പോൾ റബ്ബർ മാർക്കിൻ്റെ ഫാക്റ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നാ രജിസ്റ്റർ ചെയ്തതും എന്നാ ഫങ്ഷൻ ചെയ്തതും രണ്ടും 1971 തന്നെയാണ്. രജിസ്റ്റർ ചെയ്യുന്നത് മാർച്ച് 16-നും പ്രവർത്തനം തുടങ്ങുന്നത് ഏപ്രിൽ 30-നുമാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്നത് മാർച്ച് 16-നും പ്രവർത്തനം തുടങ്ങുന്നത് ഏപ്രിൽ 30-നാണ്. 1971 എന്തായാലും ഓർത്തിരിക്കണം മിനിമം. എറണാകുളമാണ് കേട്ടോ. എറണാകുളത്തെ ഗാന്ധിനഗറിലാണ് നമ്മുടെ ഈ റബ്ബർ മാർക്കിൻ്റെ ആസ്ഥാനം വർക്ക് ചെയ്യുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? എൻ്റർ സ്റ്റേറ്റ് ഓഫ് കേരള തന്നെയാണ്. അതൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ആണ് ആര്? റബ്ബർ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ആണ് ഇവർ. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റുകളാണ് കേട്ടോ. ഭാരത് ജൈവ, കേരള ജൈവ, പിന്നെ കർഷക ജൈവ, പെരിയാർ മിക്സ്ചർ, ഇതൊക്കെ ഫെർട്ടിലൈസറാണ്. പിന്നെ റബ്ബർ ബലൂൺസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഈ ഒരു റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ്? ഭാരത് ജൈവ, കേരള ജൈവ, കർഷക ജൈവ, പെരിയാർ മിക്സ്ചർ, റബ്ബർ ബലൂൺസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ റബ്ബർ മാർക്ക് പഠിക്കുമ്പോൾ നമുക്ക് മാറിപ്പോകുന്നൊരു സംഭവമാണ് റബ്ബർ ബോർഡ്.
റബ്ബർ മാർക്ക് പഠിക്കുമ്പോൾ നമുക്ക് റബ്ബർ ബോർഡ് മാറിപ്പോയത്. റബ്ബർ ബോർഡ് ഗവൺമെൻറ് ഓഫ് കേരളയുടെയാണ്. ഗവൺമെൻറ് ഓഫ് കേരള കോട്ടയത്താണ് അവരുടെ ആസ്ഥാനം. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? കോട്ടയത്താണ്. അതിൻ്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ 1947 കേട്ടോ. റബ്ബർ ബോർഡ് അതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോട്ടയം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് വേറൊരു ആക്ട് ഉണ്ടായിരുന്നു 47. അത് വെച്ചിട്ടാണ് അവർ പ്രവർത്തനം തുടങ്ങുന്നത് റബ്ബർ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലാണ്, അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് റബ്ബർ ബോർഡ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റബ്ബർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കോട്ടയം. അപ്പോൾ റബ്ബർ മാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളം. എന്നാ സ്റ്റാർട്ട് ചെയ്തത്? റബ്ബർ മാർക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്തത്? 1971. അതായത് മാർച്ച് 16 രജിസ്റ്റർ ചെയ്തു, ഏപ്രിൽ 30 പ്രവർത്തനം ആരംഭിച്ചു. 1971 റബ്ബർ മാർക്ക് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. റബ്ബർ ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1947 കേട്ടോ. ഏപ്രിൽ 18 റബ്ബർ ബോർഡ് രൂപീകരിക്കുന്നത്. കോട്ടയമാണ് ആസ്ഥാനം. അത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതായത് GK നമുക്ക് ഇതുപോലെ സീരീസ് ആയിട്ട് ചെയ്യാം. GK പിന്നെ മാത്സും ഇംഗ്ലീഷും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. മാത്സും ഇംഗ്ലീഷും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി വെച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ചെയ്ത് പോകുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, പോളുകളായിട്ടാണ് നമ്മൾ ചെയ്തിടുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഒന്ന് വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് കിട്ടും. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ മറുപടി തരാം, അറിയാത്ത കാര്യമാണെങ്കിൽ ഗ്രൂപ്പിലെ ആരെങ്കിലും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇംഗ്ലീഷും മാത്സും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചിരുന്നിട്ട് നമുക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയില്ല. ഇംഗ്ലീഷും മാത്സും നിങ്ങൾ കറക്റ്റായിട്ട് ജയിക്കുകയും ആ ഒരു 30 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു 100 അല്ലേ, നമുക്ക് ഒരു 50 മാർക്കല്ലേ നമുക്കിവിടെ നിന്ന് സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കട്ട് ഓഫ് 65 ആ ഒരു ലെവലിലാണ് നിൽക്കണം, അല്ലെ 62-നും 65-നും ഇടയിൽ. അപ്പോൾ നമുക്കൊരു 10-68 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ റാങ്ക് ലിസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് മാത്സും ഇംഗ്ലീഷും ഡെയിലി വർക്കൗട്ട് ചെയ്യണം. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അരമണിക്കൂർ ഇംഗ്ലീഷിനും അരമണിക്കൂർ മാത്സിനും മാറ്റി വയ്ക്കണം. GKയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഡെയിലി നോക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു ഓർമ്മയുണ്ടാവുള്ളൂ. അതിങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് എന്താണ് നമുക്ക് പുതിയ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, പഴയ കുട്ടികൾക്ക് പിന്നെ എക്സാം എഴുതി ശീലിച്ച കുട്ടികൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് മാത്രമല്ല എല്ലാം നോക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.